ഹായ് ഇന്ന് ഞാൻ അയ്മനെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തുണ്ടാകുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കടലമാവ് ഇരിക്കുന്നത് ആലോചിച്ചത്. അങ്ങനെ നമ്മളൊരു കൈയില്ലാത്തൊരു പാത്രം എടുത്ത് എൻ്റെ കൈയും കഴുകി ആവശ്യത്തിന് കടലമാവ് എടുത്തേക്കണം. എനിക്ക് കുറച്ചധികം ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കണ്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കുക, ഇടിച്ചെടുക്കുക. എനിക്ക് കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്നാണ് ആക്കണത് കേട്ടോ. കുഴക്കാനൊന്നും അധികം സമയമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുണ്ടാകുമ്പോൾ നല്ലോണം കുഴച്ച് അടിപൊളിയാക്കാം കേട്ടോ. വെള്ളം കൂടരുത്, കമ്മിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് കുത്തിപ്പരത്തി ഈ വഹിക്കണേ. മുളകും പൊടിയൊന്നും എല്ലായിടത്തും എത്തിയിട്ടില്ല. മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് വിസ്കായിട്ട് ഉപ്പും മുളക് പൊടി ഇട്ടതിന് ശേഷവും ബിസ്ക്കറ്റ് ഒന്ന് മിക്സ് ആക്കണത് നല്ലതാവും. അതിൻ്റെ ഇടയിൽ ലാമിന് തന്നൊരു പണിയാണ്. ചക്കപ്പഴം എടുത്തിട്ട് 2 കൈയായിട്ടും പീച്ചിക്കണം. ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. എന്നിട്ടൊരു ഇളി, എന്താ അപ്പം അതിൻ്റെ രസം. പിന്നെ നമ്മൾ ഈ നൂലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ചില്ല് നൂലപ്പത്തിൻ്റെ എല്ലാറെ വലിയൊരു ഹോളെല്ലാം ഉണ്ടാവുമല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ടൈക്ക് നമ്മളെ ബോളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഈ തിരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അതൊട്ടും ഞാൻ ഉണ്ടാക്കലുണ്ട്. ബൈ നമ്മളെടുത്ത് ഇപ്പോൾ ആ സാധനമില്ല. അങ്ങനെ ചൂടായ എണ്ണയൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു പാൻ എടുത്ത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈയൊക്കെ പൊള്ളുന്നുണ്ട്, എന്നാലും നമുക്ക് സാധനം നന്നാവണം, അതാണല്ലോ മെയിന്. അപ്പോൾ അത് പീച്ചയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലതിങ്ങനെ മുറുക്ക് പോലെ വട്ടത്തിലൊക്കെ കിട്ടും. എനിക്ക് ഇന്നാളുണ്ടാക്കിയപ്പോൾ അങ്ങനെ കിട്ടിയത്. ഇതിൽ വെള്ളം കുറച്ച് കൂടുതലാണ്. വെള്ളം കമ്മിയായാലും കൂടി പോകരുത് കേട്ടോ. സാധനം ഒരേപോലെ തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നു കഴിക്കാൻ ഒന്നും കൂടെ ടേസ്റ്റ് അതാണെന്നാണ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഇങ്ങനെ മൂപ്പായി വരുമ്പോൾ ഇതിങ്ങനെ ഇതാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തത് നമുക്ക് പീച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ അടുത്തതും പീച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് ചൂടായ എണ്ണയൊക്കെ ഇങ്ങനെ പീക്കുമ്പോൾ കയ്യുമ്മക്ക് ആവി വന്നിട്ട് ഭയങ്കര പൊള്ളലാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആയിക്കണം. അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി കരിയാവും. ഇപ്പോൾ ഇതില്ലേ ആ രീതിക്കാണ് ഇപ്പോൾ എൻ്റെ അളക്കൽ. ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ എടുത്തത്, എണ്ണക്കും കുറവാണ്, വേഗം കയ്യും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം സെറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്, അടിപൊളി. കണ്ടില്ലേ, നമ്മളെ മുറുക്കൊക്കെ പൊട്ടിച്ച് വയ്ക്കണ പോലെ മുരുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.